ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫേസാണ് കേട്ടോ. നമ്മുടെ അയൽവക്കത്ത് ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും മക്കളൊക്കെ പോയിട്ട് ഒരു 2 മണിക്കാണ് തിരിച്ചെത്തിയത്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയപ്പോൾ ഞങ്ങളങ്ങനെ TV കണ്ടാണ് കിടന്നതാണ് ഹാളിൽ. അങ്ങനെ നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 4:30 ആയിട്ടോ. ഇനി ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മക്കളൊക്കെ ഒന്ന് വിളിച്ചുണർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സച്ചുട്ടനെ അമ്പാടിനെ ഞാൻ വിളിച്ചുണർത്തിയതിന് ശേഷം വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ തലയ്ക്കൊരു മന്ദപ്പുള്ള പോലെയാണ്. അപ്പം ചായപാത്രമാണ് കേട്ടോ ഈ തിരയണത്. അപ്പോൾ ഇനിയാണ് ഓർമ്മ വന്നത് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുപ്പി രണ്ടും പെട്ടെന്ന് നോക്കിയപ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടാണ് പോയിരുന്നത് വന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തണുത്ത വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ബ്രെഡുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചിട്ട് ബ്രെഡ് നെയ്യിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഞങ്ങളുടെ ചായയുടെ അളവ്. ആ ഒരു കപ്പ് വെള്ളം മതി ഞങ്ങൾക്ക് ചായ. കാരണം ഒത്തിരി ചായ ആരും കുടിക്കില്ല. അങ്ങനെ ഞാൻ ആ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് വേഗം ബ്രെഡ് നെയ്യിൽ പൊരിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ വീണ്ടും പാൻ എടുക്കാൻ വേണ്ടി പോയി. ഇങ്ങനെ 2 അടുക്കള ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ അപ്പുറത്തും കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്തുമായിട്ട് ഇനി എല്ലാതും കൂടി ഒന്ന് സെറ്റ് ആക്കണം. ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമുക്ക് വർക്കിംഗ് കിച്ചണിലേക്ക് ഒക്കെ എല്ലാതും ഷിഫ്റ്റ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെയും കുറച്ച് സാധനങ്ങൾ വയ്ക്കും, കുറച്ച് സാധനങ്ങൾ അവിടെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓടുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണം, എല്ലാതും കൂടി ഒരു അടുക്കളയിലാക്കി വെക്കണം. അങ്ങനെ ഞാൻ അത് വേഗം ബ്രെഡൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ബ്രെഡ് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെജ് ഞാൻ പറയുന്നത് നോൻപിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുട്ടയും ചിക്കനും മീനൊന്നും വാങ്ങിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ബ്രെഡ് അതിൽ മുക്കിയിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്യില്ല, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വെറും നെയ്യ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. അങ്ങനെ പിന്നെ ചൂട് എല്ലായിടത്തും കൂടുതൽ തന്നെയാണല്ലോ അല്ലേ. ഇവിടെയും ചൂട് കൂടുതലാണ് കേട്ടോ. കിച്ചു പിന്നെ ഇവിടെ ഇല്ല, കിച്ചു തറവാട്ടിലാണ് ഞങ്ങളുടെ കൂടെ. പിന്നെ അവന് കുടിരിക്കലിന് പോന്നിട്ടില്ലായിരുന്നു. ഞാനും അമ്പാടി സച്ചും കൂടിയാണ് കുടിരിക്കലിന് പോയത്. പിന്നെ നമ്മുടെ ഏരിയ ഒരു മലയുടെ ഒരു മല അങ്ങനത്തെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു താഴ്ഭാഗത്താണ്, കുറച്ച് മുകളിലായിരുന്നു നമുക്ക് കുടിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും എൻ്റെ ഫ്രണ്ടും അവളുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കയറ്റം കയറിയപ്പോൾ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ, പറ്റുമ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനത് വേഗം ഒന്ന് മുറ്റടിച്ചിടാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇനി വിളക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചൂലൊക്കെ മുന്നേ മാറ്റണമല്ലോ. അപ്പോൾ ഒരു വടിയുള്ളത് എടുത്തിട്ട് ഞാൻ അവിടെ ചെടിയുടെ അവിടെയൊക്കെ അങ്ങനെ തട്ടി കൊടുക്കണ്ടോ. ഇപ്പോൾ എല്ലായിടത്തും പാമ്പ് കുട്ടന്മാരാണല്ലോ അല്ലേ. ഫോൺ തുറന്നു കഴിഞ്ഞാൽ വെറും അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളാണ്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ തട്ടി നോക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ബോഗൺവില്ലയിലൊക്കെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്, അടിച്ച് വാരുന്നുമുണ്ട്. പിന്നെ ചെടികളൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വെയിൽ കാരണമായിരിക്കും 2 നേരം നനച്ചിട്ടും ചെടികൾക്ക് വാട്ടം തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മളങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെ മുറ്റൊക്കെ വേഗം അടിച്ച് വരതിന് ശേഷം ഞാനൊന്ന് ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഒരുങ്ങി. ഇനി വേഗം മേല് കഴുകണം, വിളക്ക് വെക്കണം. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ചെടികളൊക്കെ നനച്ചെടുത്തിട്ട് പിന്നെ ഈ ഭാഗത്ത് കുറേ ഒരു വയലറ്റും പച്ചയൊക്കെ ഇല പോലെയുള്ള നന്നായിട്ട് പുല്ല് പോലുള്ള ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവിടുന്ന് പിഴുതെടുത്തത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം ആ കാട് പോലെ അത് അവിടെ വളർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും പാമ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ബോഗൺവില്ലകളൊക്കെ അതിൻ്റെ മുകളിലേക്ക് കയറ്റണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. അപ്പോൾ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞു പിന്നെ വേഗം കയ്യൊക്കെ കഴുകിയിട്ട് ഞാനും മക്കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് ഉറങ്ങി നീട്ടിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ മുഖത്ത്. അവരും തന്നെ ഇങ്ങനെ അമ്മ എന്തിനും ഞങ്ങൾ ഉറക്കിയതെന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. ഞാൻ ഉറക്കിയതല്ല, അവർ ഉറങ്ങിയപ്പോഴാണ് പിന്നെ ഞാനും ഉറങ്ങിപ്പോയത്. അങ്ങനെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അവർ 2 പേരും കുറച്ച് നേരം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി. ആ സമയം കൊണ്ട് ഞാനെന്താ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം തുടച്ചെടുത്തിട്ട് ഇനി വിളക്ക് വെക്കാനുള്ളത്. ഇനി അവർ 2 പേരും മേല് കഴിക്കണം, എനിക്ക് മേല് കഴുകണം, വിളക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീണ്ടും കാണാം. ബൈ.